ഡിയർ സ്റ്റുഡൻസ്, ഞാൻ അബ്ദുൽ സലാം, SCDD ITI എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇൻസ്ട്രക്ടർ, തൂണേരി. സെക്കൻഡ് ഇയറിൻ്റെ എംപ്ലോയബിലിറ്റി സ്കിൽസിൽ സസ്റ്റൈനബിൾ കരിയർ എന്ന മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനി അടുത്ത ചാപ്റ്റർ 12, ചാപ്റ്റർ 12ഉം 13ഉം ഗെറ്റിംഗ് റെഡി ഫോർ ജോബ്. അത് 2 ചാപ്റ്റേഴ്സായിട്ടാണ്. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 305 ആൻഡ് 308. ഗെറ്റിംഗ് റെഡി ഫോർ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിക്ക് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. After completing ITI training, the next step is to get a decent job. Many trainees get selected for campus placement, but a lot of trainees are unable to succeed. You must be prepared to take on the challenge of getting a job on your own. Hence, you must be aware of ways to make your job search and attainment successful. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയറിൽ നമ്മുടെ കോഴ്സെല്ലാം തീർന്നു കഴിയാറായി. നമ്മൾ ആക്ച്വൽ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുകയാണ്. ചില ITIകളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ടാകാറുണ്ട്. ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ചില കുട്ടികൾക്കൊക്കെ ജോലി കിട്ടാറുമുണ്ട്. പക്ഷേ പല കുട്ടികൾക്കും കിട്ടാറില്ല എന്ന് വെച്ച് നമ്മൾ നിരാശപ്പെടേണ്ടതുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ജോലികൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തൊഴിൽ അന്വേഷിച്ച് നമ്മൾ ഇൻ്റർവ്യൂ കിട്ടി ജോലി കയറാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. To make an effective job search, you must know what kind of job you are looking for, where you can locate such job opportunities, what document you need to keep ready. അപ്പോൾ നമുക്ക് നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ ഏത് തരത്തിൽ ജോലിയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ആ ജോലി എവിടെയൊക്കെ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ജോലിക്ക് ആവശ്യമുള്ളത് നമ്മൾ റെഡിയാക്കി വെക്കണം. യു മസ്റ്റ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ജോബ് ഓപ്പർച്യൂണിറ്റി. ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു, യു ഷുഡ് നോ ദ ബെനിഫിറ്റ്സ്, സാലറി, വർക്ക് ലൈഫ് ബാലൻസ്, health care, PF, etc. associated with the job, and whether they are right as per industry standards. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്ത് ജോലിക്കാണ് പോകുന്നത്, ആ ജോലിയുടെ സ്വഭാവം എന്താണ്, ആ ജോലി ചെയ്യുന്ന കമ്പനി നല്ല സ്റ്റാൻഡേർഡുള്ള കമ്പനിയാണോ, ആ ജോലിക്കുള്ള ശമ്പളം റെമ്യൂണറേഷൻ എന്താണ്, അതിൽ മറ്റുള്ള ശമ്പളത്തിന് പുറമേയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ, പ്രോവിഡൻറ്റ് ഫണ്ട്, ESI, ഹെൽത്ത് കെയർ എന്തൊക്കെയാണ്, ഇൻഷുറൻസ് ഉണ്ടോ, പിന്നെ നമുക്ക് എന്ത് ബാലൻസ് കിട്ടും, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു ITI പഠിക്കുന്ന ഒരു കുട്ടിയാണ്. വാട്ട് കൈൻഡ് ഓഫ് ജോബ് വിൽ ഐ ഗെറ്റ്, എന്ത് ജോലിയാണ് എനിക്ക് കിട്ടുക. വാട്ട് വിൽ ബി ദ സാലറി, എന്തായിരിക്കും ശമ്പളം. ഹൂ ക്യാൻ ഹെൽപ്പ് മീ ഇൻ ജോബ് സെർച്ച് ഇൻ മൈ ITI, എൻ്റെ ITIയിൽ ആർക്കാണ് എൻ്റെ ജോലി കണ്ടെത്തുന്നതിൽ സഹായിക്കാൻ കഴിയുക. വിച്ച് വെബ്സൈറ്റ് ഐ ക്യാൻ യൂസ് ഫോർ ജോബ് സെർച്ച്, ജോബിനെ അന്വേഷിക്കാൻ ഏത് വെബ്സൈറ്റാണ് എനിക്ക് ഉപകാരപ്പെടുക. വെൻ ഡു കമ്പനീസ് വിസിറ്റ് മൈ ITI ഫോർ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, ക്യാമ്പസ് ഇൻ്റർവ്യൂ എൻ്റെ ITIയിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കാം കമ്പനികൾ വിസിറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദ അതർ ബെനഫിറ്റ്സ് അതർ ദാൻ സാലറി ഓഫേർഡ് ബൈ കമ്പനീസ്, കമ്പനികൾ ശമ്പളത്തിന് പുറമെ മറ്റുള്ള എന്തെല്ലാം ആനുകൂല്യങ്ങൾ, TA, DA, മറ്റുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സ് എന്തായിരിക്കാം. ഇനിയിപ്പം ഓഫൺ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ട്രെയിനീസ് ആർ നോട്ട് അവെയർ ഓഫ് പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ their campuses. Due to this, many trainees miss out important job opportunities. ക്യാമ്പസിൽ എന്തെല്ലാം ജോബ് അവസരങ്ങളുണ്ട് എന്നറിയാത്തത് കൊണ്ട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻ യുവർ ITI, നമ്മുടെ ITIയിൽ നമ്മൾ നോക്കണം. ഫൈൻഡ് ഔട്ട് ദ പേഴ്സൺ ഹൂ ഹാൻഡിൽസ് ദ പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ വലിയ ITകളിലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചില ITകളിൽ പ്ലേസ്മെൻറ്റ് സെല്ലൊക്കെ ഉണ്ടാവും. ആ പ്ലേസ്മെൻറ്റ് സെല്ല് ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്ന് അറിയണം. ഫൈൻഡ് ഔട്ട് ദ മന്ത് വെൻ കമ്പനീസ് കം ടു യുവർ ITI. സാധാരണഗതിയിൽ ITIയിലൊക്കെ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് ജോബ് കമ്പനികൾ റിക്രൂട്ട്മെൻറ്റ് വരാറുള്ളത്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. കളക്ട് ദ നെയിം ഓഫ് 3 കമ്പനീസ് ആൻഡ് ദ ജോബ് പ്രൊഫൈൽ ഓഫേർഡ് അറ്റ് യുവർ ITI. ഏതൊക്കെ കമ്പനികളാണ് പതിവായിട്ട് ഇൻ്റർവ്യൂ നടത്താറുള്ളതെന്ന് നോക്കണം. ട്രൈ ടു ഗെറ്റ് എൻ ഐഡിയ ഓഫ് ദ സിലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ KYC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ യുവർ കസ്റ്റമർ, നോ യുവർ ക്ലയൻറ്റ് എന്നൊക്കെ പറയും. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൻ്റെ രീതി. അപ്പോൾ നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം റെഡിയാക്കി വെക്കണം. മൈ റെസ്യൂം ഈസ് റെഡി, നമ്മൾ CV റെസ്യൂം നമ്മൾ നല്ല നീറ്റായിട്ടുള്ള ബയോഡാറ്റ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാത്ത ഒരു റെസ്യൂം ഉണ്ടാക്കി വെക്കണം. ഐ നോ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഇൻ ദ റിട്ടൺ ടെസ്റ്റ്. അപ്പോൾ ചിലപ്പോൾ റിട്ടൺ ടെസ്റ്റും
ഫോളോഡ് ബൈ ഇൻ്റർവ്യൂ, പേഴ്സണൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവുക. റിട്ടേൺ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക നമ്മൾ അറിഞ്ഞിരിക്കണം. ഐ നോ വാട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഇൻ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കണം. ഐ ഹാവ് കെപ്റ്റ് ഫോർമൽ ക്ലോത്ത്സ് റെഡി ഫോർ ദ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഡ്രസ്സ്, യൂണിഫോമിന് പുറമെ എന്തെങ്കിലും ഡ്രസ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകണം. ഇതൊക്കെയാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂവായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എ ജോബ്. ക്യാമ്പസ് റിക്രൂട്ട്മെൻ്റ് ആണ് ഏറ്റവും ആദ്യത്തെ അവസരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ ക്യാമ്പസിൽ വെച്ച് തന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാമ്പസിൽ എല്ലാ സപ്പോർട്ടും കിട്ടും. നമ്മുടെ പ്രിൻസിപ്പളിൻ്റെയും നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെയും എല്ലാ സപ്പോർട്ടും കിട്ടും. കാരണം നമുക്ക് ജോലി കിട്ടുക തരിക എന്ന് പറഞ്ഞാൽ അവർക്കൊരു സന്തോഷവും അഭിമാനമുള്ള കാര്യമായതുകൊണ്ട് തന്നെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വിച്ച് കമ്പനീസ് സെലക്റ്റഡ് ട്രെയിനീസ് ഫ്രം യുവർ ITI. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് യുവർ പ്രൊഫൈൽ ഇൻ വെബ്സൈറ്റ്സ് ദാറ്റ് ഡിസ്പ്ലേ ജോബ്സ് ആൻഡ് ആർ റെഡി ടു ഗ്രാബ് എ ജോബ് ഓൺ യുവർ ഓൺ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനെല്ലാം റെഡിയാക്കി വെക്കുക. അതാണ് ആ ചാപ്റ്ററിന് അത്രയും തന്നെ പറയാനുള്ളൂ. ഇനിയും അടുത്ത ചാപ്റ്റർ സസ്റ്റൈനബിൾ കരിയറിലുള്ള 13ാമത്തെ ചാപ്റ്ററാണ് ഗെറ്റിംഗ് റെഡി ഫോർ ദ ജോബ് 2. അത് ആ ചാപ്റ്ററിന് തന്നെ കണ്ടിന്യൂഷനാണ്. It is the dream of every trainee to do the job of her interest. We all have different interests. Some of us want to take up a government job, while some of us want to make career in the private sector. Both choices are equally good, and the path you choose depends upon your area of interest. To be successful, it is important that you are aware of the preparatory steps when you are applying for jobs. നമുക്ക് എല്ലാവർക്കും ജോലി വേണം അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ജോലി വേണം കിട്ടാൻ. ചിലർക്ക് ഗവൺമെൻറ് ജോലിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് സ്വകാര്യ കമ്പനികൾ ജോലിയായിരിക്കും ഇഷ്ടം. ഗവൺമെൻറ് ജോലിയാകുമ്പോൾ അതിനൊരു സുരക്ഷിതത്വമുണ്ട്, പിന്നെ മിനിമം ശമ്പളം ഒക്കെ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും, മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ളതായിരിക്കും ഗവൺമെൻറ് ജോലികൾ. അതേസമയം പ്രൈവറ്റ് ജോലിയാകുമ്പോൾ അതിന് അട്രാക്ഷൻ ചെയ്യാൻ ചിലപ്പോൾ നല്ലതായ ശമ്പളം കിട്ടും, പെട്ടെന്ന് തന്നെ ജോലിയിൽ ഉയർന്നു പോകാൻ കഴിയും. അങ്ങനെയൊക്കെ പ്രൈവറ്റ് ജോലിക്കുണ്ട് ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ രണ്ട് തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ്. ഗവൺമെൻറ് ജോലിയുടെ ഉത്തരവാദിത്തം വേറെ, മറ്റേ ഉത്തരവാദിത്തം വേറെ. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ജോലിക്ക് പോകാം. An important document required for applying for jobs is your job application. In this document, you tell the employer why you want to do the job, why you are the right person for the job. അപ്പോൾ ഇത് ജോബ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെസ്യൂമിന് പുറമെയാണ്. നമ്മൾ റെസ്യൂമിന് പുറമെ ജോബ് ആപ്ലിക്കേഷനും കൂടി അയക്കാറുണ്ട്, ഒരു കവറിംഗ് ലെറ്റർ എന്ന് പറയും. അപ്പോൾ അതിലാണ് നമ്മൾ പറയുക നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇന്നതാണ്, നമ്മൾ എന്തുകൊണ്ട് ഈ ജോലി സെലക്ട് ചെയ്തു, എന്തിനാണ് നമ്മൾ സെലക്ട് ചെയ്യപ്പെടേണ്ടത്. എ ജോബ് ആപ്ലിക്കേഷൻ ഓൾസോ ഗീവ്സ് യു എ ചാൻസ് ടു ഷോക്കേസ് your previous experience and learning and how you will apply in the job that you are applying for. A showcase എന്ന് പറയുന്നത് ഒരു ഷോക്കേസ് എന്ന് പറയുക. ജോബ് ആപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തിനാണ് ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഈ ജോലി കൊണ്ട് നമുക്ക് എന്താണ് കാര്യം, അല്ലെങ്കിൽ നമ്മളെ ജോലിക്ക് എടുക്കുന്ന ഒരു കമ്പനിക്ക് എന്താണ് കാര്യം എന്നൊക്കെയാണ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ടു നോ ഇഫ് യു ആർ റെഡി ഫോർ ജോബ്. എന്തൊക്കെയാണ്? വാട്ട് കൈൻഡ് ഓഫ് ജോബ് ഡു ഐ വാണ്ട്? എന്ത് തരത്തിലുള്ള ജോലിയാണ് എനിക്ക് വേണ്ടത്? മാർക്കറ്റിങ്ങിലാണോ, സെയിൽസിലാണോ, അല്ല HR-ലാണോ, അല്ല പ്രൊഡക്ഷനിലാണോ, ഫിനാൻസിലാണോ? ഹൂ ക്യാൻ ഹെൽപ്പ്? ഫ്രണ്ട് ഓഫീസാണോ? ഹൂ ക്യാൻ ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ജോബ്? ആർക്കാണ് എന്നെ സഹായിക്കാൻ കഴിയുക? ഹൗ മച്ച് സാലറി ഈസ് എക്സ്പെക്റ്റഡ്? എനിക്ക് എന്തുമാത്രം ശമ്പളം കിട്ടും? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഇനി അതിൽ മേക്ക് യുവർ ജോബ് ആപ്ലിക്കേഷൻ എറർ ഫ്രീ ആക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? കംപ്ലീറ്റ് ആൻഡ് ക്രിസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് യുവർ എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു CV തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ റെസ്യൂം തയ്യാറാക്കുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ സ്കിൽസ്, എക്സ്പീരിയൻസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തെറ്റിക്കാതെ കൊടുക്കണം. എങ്ങനെ? നോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. നോ ഗ്രാമാറ്റിക്കൽ എറർ, ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടാകരുത്. ഈസ് വാസായി പോകരുത്, വാസ് വേറായി പോകരുത്. നോ റോങ് ഇൻഫർമേഷൻ, തെറ്റായ വിവരങ്ങൾ ഒരിക്കലും പാടില്ല. കറക്റ്റ് ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ. കാരണം തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം കേട്ടോ. സ്റ്റെപ്സ് ടു അപ്ലൈ ഫോർ ജോബ്. ജോബിന് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് വർക്ക് യു വാണ്ട് ടു ഡു. ഏത് തരം ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നു. സെർച്ച് ഫോർ ദ കമ്പനീസ് ദാറ്റ് ഓഫർ ദ വർക്ക് ഓഫ് യുവർ ഇൻട്രസ്റ്റ്. കമ്പനികൾക്ക് നമ്മൾ സെർച്ച് ചെയ്യണം, നമുക്ക് പറ്റിയൊരു ജോലിയുള്ള, അത് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ബി ഫ്ലെക്സിബിൾ ടു റിലോക്കേറ്റ്, മൂവ് ടു ദ സിറ്റി വെയർ ദ ജോബ് ഈസ് ബീങ് ഓഫേർഡ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ നമുക്ക് ജോലി കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ റിമോട്ടായിട്ടുള്ള സ്ഥലത്തായിരിക്കും, ചിലപ്പം വേറെ ജില്ലയിലായിരിക്കും, ചിലപ്പം വേറെ സംസ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വേറെ രാജ്യത്തും ആയിരിക്കും. അപ്പോൾ അതിനാണ് റീലൊക്കേഷൻ എന്ന് പറയുക. നമ്മൾ ലൊക്കേഷൻ മാറാൻ നമ്മൾ പ്രിപ്പയർ ആകേണ്ടതുണ്ട് അല്ലേ? നല്ല ജോലി, നല്ല തൊഴിലവസരവും കരിയറിൽ ഉയർന്നു പോകാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. ഓൾവേസ് കീപ് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. വലിയ രീതിയിൽ പ്രതീക്ഷിക്കുമ്പോൾ ഒരുപാട് അമിതമായി പ്രതീക്ഷിക്കരുത്, മിതമായ രീതിയിലുള്ള പ്രതീക്ഷയെ പാടുള്ളൂ. കീപ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് റെസ്യൂം, മാർക്ക് ഷീറ്റ്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ റെഡിയായി വെക്കണം. അതേപോലെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്തരം സംഗതികളെല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം.
Keep important documents ready. Resource that you can use for getting jobs are എന്തൊക്കെയാണ്? കമ്പനീസ് വിസിറ്റിംഗ് യുവർ IT പ്ലേസ്മെൻറ്റ്സ്, അതാണ് ഒരു റിസോഴ്സ്. ഇനി റിക്രൂട്ട്മെൻറ്റ് ഹെൽപ്പ് ഇല്ലാത്തതാണെങ്കിൽ ടേക്ക് ഹെൽപ്പ് ഫ്രം യുവർ ഐ പ്ലേസ്മെൻറ്റ് ഹെഡ്, ആരാണെങ്കിൽ അവരോട് ചോദിക്കുക. അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ടാവും, ആ വെബ്സൈറ്റ്സിൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ കഴിയും. സെൻഡ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് അതർ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ടു ദ കൺസേൺഡ് പീപ്പിൾ ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് എത്രയും വേഗം തന്നെ ആപ്ലിക്കേഷൻ അയക്കണം, അധികം താമസിപ്പിക്കരുത്. ബി കെയർഫുൾ ഓഫ് ഫേക്ക് ജോബ്സ്, അതായത് നെവർ പേ ഫോർ മണി ഫോർ എനി ജോബ്. ജോലി പണം കൊടുത്തൊരു ഒരിക്കലും ജോലി വാങ്ങരുത്. കമ്മീഷൻ കൊടുക്കുക, ഇടനിലക്കാർക്ക് കമ്മീഷൻ കൊടുക്കുക, കോഴ കൊടുക്കുക, ജോലിക്ക് വേണ്ടി പൈസ കൊടുക്കുക, കൈക്കൂലി കൊടുക്കുക, അതൊന്നും പാടില്ല. നമുക്ക് അർഹതപ്പെട്ടുള്ള ജോലിയിൽ മാത്രമാണ് നമുക്ക് നേടേണ്ടതുള്ളൂ. പണം കൊടുത്ത് വാങ്ങുന്ന ജോലി എല്ലാ കാലത്തും അവനവന് തന്നെ അപമാനമാണ്. നമ്മൾ ഈ ജോലി പൈസ കൊടുത്തിട്ടാണല്ലോ ദൈവമേ ഞാൻ ജോലി വാങ്ങിയത് എന്ന് പറയുന്ന ആ കുറ്റബോധം നമ്മൾ എല്ലാ കാലത്തും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പണം കൊടുത്തൊരിക്കലും ജോലി വാങ്ങരുത്. പിന്നെ ഇടനിലക്കാരിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്ന പരിപാടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രോഡ് മെയിലൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ സീനിയേഴ്സിനോട് സംസാരിച്ച് നോക്കുക. ഹൗ ഡിഡ് യു ഗെറ്റ് യുവർ ഫസ്റ്റ് ജോബ് ആഫ്റ്റർ ഫിനിഷിംഗ് സ്റ്റഡീസ്. നമ്മുടെ സീനിയേഴ്സിനോട് നമ്മുടെ മുമ്പ് കോഴ്സ് കഴിഞ്ഞ് പോയവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്നൊക്കെ, അവർക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത്, അവരെന്തൊക്കെയാണ് ചെയ്തത്. വാട്ട് പ്രിപ്പറേഷൻസ് ഡിഡ് യു മേക്ക് ടു ഗെറ്റ് ദ ജോബ്. ജോലി കിട്ടാൻ വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. വാട്ട് വാസ് ദ ജോബ് ലൊക്കേഷൻ. വാസ് ഇറ്റ് യുവർ ഹോം ടൗൺ ഓർ സം അതർ പ്ലേസ്. വീടിനടുത്ത് തന്നെയാണോ, ദൂരെയാണോ. ഹൗ മച്ച് സാലറി ഡിഡ് യു ഗെറ്റ്. എത്ര ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, സ്വാഭാവികമായിട്ടും പറഞ്ഞു തരും അല്ലേ. എന്നിട്ട് നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. അപ്പോൾ അതിലാണ് അത്രയും കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ജോബ്സ് ആർ ഗുഡ് അല്ലേ. പ്രൈവറ്റ് ജോബ് ചെയ്യാം, ഗവൺമെൻറ് ജോബ് ചെയ്യാം. ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ പെൻഷനുണ്ട്, പക്ഷേ ഇപ്പം പ്രൈവറ്റ് ജോബിലും പെൻഷനുള്ള ജോബുകളുണ്ട്. EPF പെൻഷനാണ് ഇപ്പം, പ്രൊവിഡൻറ്റ് ഫണ്ട് ലിങ്ക്ഡാണ്. EPS എന്ന് പറയും, എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട്, എംപ്ലോയീസ് പെൻഷൻ സ്കീം എന്ന് പറയും. യു ആർ ഫ്രീ ടു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. നമുക്ക് തീരുമാനിക്കാം പ്രൈവറ്റ് ജോലി വേണോ ഗവൺമെൻറ് ജോലി. പക്ഷേ പേരൻസ് ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ് ജോലി തന്നെ വേണം നിർബന്ധിക്കും. അതൊരു പഴയ കൺസെപ്റ്റാണ്. ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ആദ്യം തന്നെ ചോദിക്കും ചെക്കൻ്റെ ജോലി സർക്കാർ ജോലിയാണോ എന്ന് ചോദിക്കും അല്ലേ. അതൊരു പഴയ രീതിയാണ്. പക്ഷേ സർക്കാർ ജോലിയേക്കാളും മികച്ചതാണ് പ്രൈവറ്റ് ജോലിയെന്ന് തിരിച്ചറിഞ്ഞില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അവോയ്ഡ് സില്ലി മിസ്റ്റേക്സ് സച്ച് ആസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഓർ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ്, അതൊന്നും നമ്മുടെ CV ഉണ്ടാകാൻ പാടില്ല. മേക്ക് യുവർ പ്രൊഫൈൽ ഓൺ ജോബ് പോർട്ടൽസ് ആൻഡ് അപ്ലൈ വൈൽ യു ആർ സ്റ്റഡിങ്. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ, പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ജോലിക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതോടുകൂടി ആ 2 ചാപ്റ്റേഴ്സ് തീരുകയാണ്. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. താങ്ക് യു വെരി മച്ച്. സി യു.